വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ സുൽത്താനേറ്റ്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. അടിമ രാജവംശം മുതൽ നിരവധി സുൽത്താനേറ്റുകള് രാജ്യത്തെ ഭരിച്ചപ്പോഴും അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഭൗതിക അധികാരവുമായി ബന്ധമില്ലാത്ത സ്നേഹത്തിന്റെ സുൽത്താനേറ്റുകളാണ് രാജ്യത്തെ പരിവർത്തനപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ ഉടനീളം കാണാം. അധികാരം പ്രവർത്തിക്കുന്നിടത്തും അധികാരം അവസാനിക്കുന്നിടത്തും സൂഫികൾ ഇടവില്ലാതെ പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളീയ പൊതുസമൂഹത്തിന്റെ മുഴുവന് ശ്രദ്ധയും ഇന്ത്യന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന മുസ്ലിം മതപണ്ഡിതനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടെങ്കിൽ അതിന്റെ കാരണം അതിലളിതമാണ്. വിവിധ മതവിഭാഗങ്ങളില് വിശ്വസിക്കുന്നവര്, വിശ്വാസമേ ഇല്ലാത്ത മനുഷ്യര്, മനുഷ്യത്വം അവശേഷിക്കുന്നവര് എല്ലാവരും ഒരുമിച്ച് ഒരു മനുഷ്യനെ ഒരേ സ്വരത്തില് പ്രകീർത്തിക്കുന്നുണ്ടെങ്കില് അതിനകത്ത് അതിയായ അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ല. യമന് എന്ന രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ നയതന്ത്ര ഇടപെടലുകളെല്ലാം തോറ്റുപോയ ഒരു സ്ഥലത്തിലും സന്ദർഭത്തിലുമാണ് നിമിഷപ്രിയയുടെ ജീവന് രക്ഷിക്കാൻ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളീയ മുസ്ലിം പണ്ഡിതന് നടത്തുന്ന ശ്രമങ്ങൾ സാരകമാകുന്നത് എന്നതുകൂടി ഓർക്കണം. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഇതുപോലെ ഇതിനു മുമ്പും ഇത്തരം നിരവധി പരിശ്രമങ്ങൾ നിശബ്ദമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇതിപ്പോൾ കേരളം വ്യാപകമായി ആഘോഷിക്കുന്നുണ്ടെങ്കില് അത് നിലവിൽ കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ കേരളം സമാനതകളില്ലാത്ത മുസ്ലിം വിരുദ്ധ വെറുപ്പിലൂടെയാണ് സമീപകാലത്ത് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം എല്ലാവരുടെയും മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ലാൻഡ് ജിഹാദ് മുതൽ ലവ് ജിഹാദ് വരെയുള്ള ദുരാരോപണങ്ങളാല് പൊതു അന്തരീക്ഷം മലീമസമായിട്ട് കാലങ്ങളായി. മുസ്ലിങ്ങളെ ഒരു സങ്കുചിത സമുദായമായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത പരിശ്രമങ്ങൾ സ്ഥാപിത താത്പര്യക്കാര് വ്യാപകമായും നിഗൂഢമായും നടത്തുന്നുണ്ട്. നാളിതുവരെ പരസ്പര വിദ്വേഷത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സഹവർത്തിത്വത്തോടെ സഹവസിച്ചിരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ആഴത്തിലുള്ള അകൽച്ചകൾ സൃഷ്ടിക്കാനും സംഘടിത യത്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. അത്തരം ദുരാഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവര് നിമിഷപ്രിയ സംഭവവും അതിനെ ആളിക്കത്തിക്കാനുള്ള ഉപകരണമാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. നിമിഷപ്രിയ എന്ന ക്രിസ്ത്യന് യുവതി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടാല് അത് കേരളത്തിലടക്കം മുസ്ലിം വെറുപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്ന് ആരെക്കാളും അവർക്കറിയാം. അത്തരം പ്രചാരണങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ അത്തരക്കാര് തുടക്കം കുറിച്ചതും അതുകൊണ്ടാണ്. ഇപ്പോൾ ആ വിദ്വേഷ പ്രചാരണങ്ങളുടെ വിറകെടുപ്പുകളിലേക്ക് തന്നെയാണ് കാന്തപുരം ഉസ്താദ് വെള്ളം കോരി ഒഴിച്ചിരിക്കുന്നത്. ആധുനിക ദേശരാഷ്ട്രവും അതിലെ സംവിധാനങ്ങളും ഇടപെടാൻ കഴിയാതെ നിസ്സഹായമായി നിന്ന ഇടത്ത് ഒരു മലയാളി മുസ്ലിം പണ്ഡിതന് നടത്തുന്ന ഇടപെടലായി തന്നെ വേണം കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയ വിഷയത്തിൽ നടത്തുന്ന പരിശ്രമങ്ങളെ കാണാന്. കേന്ദ്ര സർക്കാരിന് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത് സർക്കാരിന്റെ അറ്റോർണി ജനറൽ തന്നെയാണ്. അങ്ങനെ സർക്കാരുകൾ പരാജയപ്പെട്ട ഇടത്താണ് അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടല്. അജ്മീറിലെ കാജയെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താന് എന്നാണ് വിളിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. അതായത് അടിമ രാജവംശം മുതൽ നിരവധി സുൽത്താനേറ്റുകൾ രാജ്യത്തെ ഭരിച്ചപ്പോഴും അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഭൗതിക അധികാരവുമായി ബന്ധമില്ലാത്ത സ്നേഹത്തിന്റെ സുൽത്താനേറ്റുകളാണ് രാജ്യത്തെ പരിവർത്തനപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ ഉടനീളം കാണാം. അധികാരം പ്രവർത്തിക്കുന്നിടത്തും അധികാരം അവസാനിക്കുന്നിടത്തും സൂഫികൾ ഇടവില്ലാതെ പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന് തന്നെ സുപ്രീം കോടതിയിൽ പറയേണ്ടി വന്നിരിക്കുന്നത് യമനിലെ ഒരു സൂഫി പണ്ഡിതന് നടത്തുന്ന നീക്കങ്ങളിലാണ് പ്രതീക്ഷ എന്നാണ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിശ്ചലമായ ഇടത്താണ് രണ്ട് സൂഫികൾ തമ്മിലുള്ള ഹൃദയബന്ധം നിർണായകമാകുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പരിശ്രമങ്ങളില് സുമനസ്സുകള് മുഴുവന് സന്തോഷിക്കുമ്പോഴും അതില് അസ്വസ്ഥരാകുന്ന ആളുകളും ഉണ്ട് എന്ന് കാണാതിരിക്കാനാകില്ല. അവർ ഉയർത്തിയ ഏതുതരം ആരോപണങ്ങളെയും എല്ലാവരും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതേസമയം അതിലും ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കാന്തപുരം ഉസ്താദ് പരിശ്രമിക്കുന്നു എന്ന അങ്ങേയറ്റത്തെ ദുരാരോപണം. യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് അറിവുള്ള ആളെന്ന നിലക്ക് ആ കാര്യങ്ങൾ ഈ കുറിപ്പിലൂടെ തന്നെ പൂർണ്ണമായും പൊതുജനമധ്യത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് കരുതുന്നു. ഒരു ഘട്ടത്തിലും നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കണമെന്ന് കാന്തപുരം ഉസ്താദോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് നടത്തുന്ന നിശബ്ദ നീക്കങ്ങൾ ആദ്യമായി പുറത്തെത്തുന്നത് ലേഖകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അതിന് പ്രേരിപ്പിച്ചതാകട്ടെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ വെറുപ്പ് പടർത്താനുള്ള വ്യാപക പരിശ്രമങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തില് നിമിഷപ്രിയ എന്ന ക്രിസ്ത്യന് സഹോദരിയുടെ ജീവനുവേണ്ടി ഒരു മുസ്ലിം പണ്ഡിതന് നടത്തുന്ന പരിശ്രമങ്ങളുടെ വ്യാപ്തി പുറംലോകം അറിയേണ്ടതുണ്ടെന്ന നിർബന്ധ ബുദ്ധിയും
വധശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് പുറത്തുവന്ന അവസാന ഘട്ടത്തില് മാത്രമാണ് കാന്തപുരം ഉസ്താദ് മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ തയ്യാറായത്. കാര്യങ്ങൾ ഇതായിരിക്കെ കാന്തപുരം ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെ ദുഷ്ടലാഗ് വ്യക്തമാണ്. ഈ നിമിഷത്തിലും ഒന്നിന്റെയും ക്രെഡിറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ല. ആത്യന്തികമായ ക്രെഡിറ്റ് നൽകേണ്ടത് അല്ലാഹു ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റെല്ലാം അപ്രസക്തമാണ്. അതേസമയം വന്ധ്യവയോധികനായ ഒരു മനുഷ്യന് നടത്തുന്ന പരിശ്രമങ്ങളെ ശ്ലാഘിച്ചില്ലെങ്കിലും അദ്ദേഹം അപമാനിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മൾ എല്ലാവരുടേതുമാണ്. കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോടൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.